ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കരഞ്ഞ് കയ്യും കാലും പിടിച്ചു വന്നിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് സ്വർണം എടുത്തു കൊടുത്തേ പറ്റൂ. അങ്ങനെ നമ്മുടെ ചന്ദ്ര സ്വർണം എടുത്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ചന്ദ്ര സ്വർണം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിന്നത് രവീന്ദ്രൻ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ കാണിക്കുന്നത്, എന്ത് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയി. അയ്യോ, ഇനിയിപ്പോ എന്താണെന്ന് അറിയത്തില്ലല്ലോ ചന്ദ്രയ്ക്ക്. അപ്പൊ ചന്ദ്ര അത് പിന്നെ ഞാൻ ശ്രുതിക്ക് ഇങ്ങനെ അലമാര തുറന്നിട്ട് പോകാൻ പാടുണ്ടോ, നീ എന്തിനാടി അലമാര തുറന്നിട്ട് പോയതെന്ന്. അലമാര തുറന്നിട്ടതിനാണ് രവീന്ദ്രൻ വഴക്ക് പറഞ്ഞത്, അല്ലാതെ സ്വർണം എടുക്കുന്നൊന്നും നമ്മുടെ രവീന്ദ്രൻ കണ്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യേ, അലമാര തുറന്നിട്ടതിനാണോ രവിയേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ അലമാര തുറന്നത്, അതെ, അത് വേറൊന്നുമല്ല, ഞാൻ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു, അപ്പോഴത്തേക്ക് മറന്നു പോയതാന്ന് പറഞ്ഞപ്പോൾ അലമാരയിൽ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്ന നിനക്ക് അങ്ങനെ മറക്കാൻ പാടുണ്ടോ? അങ്ങനെ അലമാര തുറന്നിടാൻ പാടുണ്ടോ? മര്യാദയ്ക്ക് ഇത് പൂട്ടി ഇടാനൊക്കെ പറയാണ്. അങ്ങനെ അലമാര അടച്ചിട്ട് നമ്മുടെ ചന്ദ്ര പോയി കേട്ടോ. അപ്പം ചന്ദ്ര ശ്രുതിക്ക് സ്വർണ്ണം എടുത്ത് കൊടുത്തു. ഈ ഒരു സമയത്ത് സ്വർണ്ണം എടുത്ത് ശ്രുതിക്ക് കൊടുത്തായിരുന്നു. ഏതായാലും ശ്രുതി അതുകൊണ്ട് പോകുകയും ചെയ്തു. ഈ സമയത്ത് അല്ല, ഇതിന് മുമ്പ് ഒരു ചെറിയൊരു സീനുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ചെറിയൊരു സീനുണ്ട്. നമ്മുടെ രേവതി മീനും മേടിച്ച് തയ്ക്കാൻ ഒരു ബ്ലൗസ് അങ്ങാണ്ടൊക്കെ തയ്ച്ച ബ്ലൗസും കൂടെ മേടിക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പൊ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കാണുന്നപ്പോ സച്ചി ചോദിക്കുവാണ്, രേവതി നിനക്ക് മീൻ കിട്ടിയോന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിട്ടി, ഞാൻ ഉദ്ദേശിച്ച മീൻ തന്നെയാണ് കിട്ടിയത്. അതും സച്ചേട്ടാ, ഈ മീൻ നല്ലതാണ്, ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വരാറില്ല, ഈ മീൻ അല്ല എന്നും വരാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ മീൻ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അടിപൊളി മീനാണ് സച്ചേട്ട ഞാൻ നല്ല കോട്ടംപുളിയൊക്കെ ഇട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീൻ മാത്രമേ മേടിച്ചുള്ളൂ, ഈ കൂട്ടിൽ എൻ്റെ അതെ, ഈ കൂട്ടിനകത്ത് വേറെ ഒന്നുമല്ല, ഈ കൂട്ടിനകത്ത് എൻ്റെ ബ്ലൗസാണ്. അപ്പോഴത്തേക്കും സച്ചി, ബ്ലൗസോ, ഏത് ബ്ലൗസ്? അത് ഞാൻ ബ്ലൗസും കൂടെ മേടിക്കാൻ പോകുമെന്നല്ലേ സച്ചേട്ടാ പറഞ്ഞത്. ഓ, ആ ബ്ലൗസ്, ഓക്കെ, എന്നാ പിന്നെ നീ പോയി പെട്ടെന്ന് മീൻകറി വെക്ക്. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരെണ്ണം അടിക്കാനായിട്ട് തോന്നുക. അടിക്കാനോ? എന്ത്? അല്ല, ഈ ബാറിലൊക്കെ പോയി ചെറിയത് ഇച്ചിരി ബാറിൽ പോയി ചെറിയതടിക്കാനോ? സച്ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മതി നിർത്തിക്കോ. ഇനിയിപ്പം ബാറിൽ പോയി അടിക്കാൻ തോന്നുകയാണെങ്കിലേ ഞാൻ അച്ഛനോട് പറയാമേ. അച്ഛാന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി കയ്യെ പിടിച്ച് വലിച്ചിട്ട്, അയ്യോ പറയല്ലേ രേവതി, വേണ്ടേ, എനിക്കൊന്നും വേണ്ട രേവതി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൂപ്പിയിട്ട് അങ്ങ് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ. രേവതി അപ്പം ചിരിച്ചോണ്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര വന്നൊരു കൂട്ടിയിടി നടക്കുന്നുണ്ട്. അതായത് രേവതി സച്ചി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചന്ദ്ര ഓടി വരുന്നു ശ്രുതിക്ക് കൊടുക്കാനായിട്ട്. ഈ ഒരു സ്വർണം എടുത്തുകൊണ്ട് ഓടി വരുന്നതും കൂട്ടിയിടിക്കുകയാണ് രേവതിയായിട്ട്. കൂട്ടിയിടിച്ചിട്ട് കയ്യിലിരുന്ന കവർ തെറിച്ചു പോകും. രേവതിയുടെ കവറും തെറിച്ചു പോകുന്നു, ചന്ദ്രയുടെ കവറും തെറിച്ചു പോകുന്നു. ഈ കവർ രണ്ടും കൂടെ തെറിച്ചു പോയി വീഴുന്നത് എവിടെയാ? നിലത്തേക്ക് വീഴാണ്. പക്ഷെ കവറിൽ നിന്ന് സാധനമൊന്നും വെളി ചാടുന്നില്ല. ഈ രണ്ട് കവറും ഒരുപോലത്തെ കവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയുടെ കയ്യിലിരുന്ന സ്വർണം, അല്ല, ചന്ദ്രയുടെ കയ്യിലിരുന്ന സ്വർണം രേവതിക്ക് കിട്ടുകയും രേവതിയുടെ കയ്യിലിരുന്ന സ്വർണം ചന്ദ്രയ്ക്ക് കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടി ആവുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ പിന്നെ പറയാനുണ്ടോ, നമ്മുടെ ശ്രുതി കൊണ്ടുപോയേക്കുന്നത് ബ്ലൗസാണ്. ബ്ലൗസ് പണയം വെക്കാനായിട്ട് ബ്ലൗസ് കൊണ്ടുപോയേക്കുക. അപ്പം ചന്ദ്ര നേരെ കയറി വന്നു. കൂടൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വർണം ഇരിക്കുന്നു അവിടെ. സ്വർണം കണ്ടത് നമ്മുടെ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോയിട്ട്, ഇതിൻ്റെ സ്വർണം ഇവിടെ ഇരിക്കുന്നത്, അപ്പം ഞാൻ അവന് കൊടുത്തയച്ചതോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചപ്പോഴാണ്, അയ്യോ, ഇതിപ്പം രേവതിയുടെ കയ്യിൽ നിന്ന് കൂട് മാറിപ്പോയിട്ടുണ്ട്. അവൻ ഇനിയിപ്പോൾ അതെന്തോ ചെയ്ത് കാണും, എൻ്റെ ഈശ്വര. ഇനിയിപ്പോൾ അത് അവൻ കൊണ്ടുപോയി, ഇനിയിപ്പോൾ അവൻ എന്ത് പറ്റുമായിരിക്കും? അവന് ബ്ലൗസ് കൊണ്ടുപോയി പണയം വെക്കേണ്ട അവസ്ഥ വരില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രതീക്ഷയോടുകൂടി നമ്മുടെ സച്ചിയല്ല ശ്രുതി തുറക്കുമ്പോഴത്തേക്കും ബ്ലൗസ് ആയിരിക്കുമല്ലോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആ ഒരു ഫൈനാൻസിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ, സ്വർണം പണയം വെക്കാനായിട്ട്. അങ്ങനെ സ്വർണം തരാൻ പറയുന്നു, ഫൈനാൻസിൽ അയാൾ സ്വർണം തരാൻ പറയുന്നു. അപ്പം അയാൾ സ്വർണം തരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി സ്വർണത്തിന് പകരം ഈ ബ്ലൗസ് എടുത്ത് കൊടുക്കുകയാണ്.
പെട്ടെന്ന് സുധി ഞെട്ടിപ്പോവാ. ഇതെന്താ ബ്ലൗസ് കണ്ടത് ഞെട്ടിപ്പോയിട്ടോ സുധി. എൻ്റെ ഈശ്വര, ബ്ലൗസോ ഇതെവിടെ നിന്നാ ഇപ്പം കണ്ടത്? അയ്യോ, ഇതിലിരുന്ന് സ്വർണ്ണം എന്ത് ചെയ്യും എൻ്റെ പൊന്നു ഭഗവാനെ, സ്വർണ്ണം പോയോ? അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് സ്വർണ്ണം പോയതുപോലെ ചങ്കത്തടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വർണം പോയ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചു, ഇതെന്താണോ താനീ കാണിക്കുന്നത്? സാധാരണ പണയം വെക്കാൻ സ്വർണ്ണമല്ലേ കൊണ്ടുവരുന്നത്, ഇത് പെണ്ണുപിള്ളയുടെ ബ്ലൗസാണ് എടുത്തോണ്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ എൻ്റെ പൊന്നു സാറേ, ഒരു അബദ്ധം പറ്റി പോയതാ. ചോ, ഇനിയിപ്പോൾ എന്ത് ഇതിനത് സ്വർണ്ണമായിരുന്നു, ഇതിപ്പോൾ എന്താ പറ്റിയത്? എനിക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ ആ സ്വർണ്ണം എവിടെ പോയി? ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയതാണോ എൻ്റെ ഈ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇനിയിപ്പോൾ വീട്ടിൽ വെച്ച് മറന്നാണോ എന്നൊന്നും സുധിക്ക് അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി, ചന്ദ്ര ആ സ്വർണ്ണം എടുത്ത് മാറ്റിയും വെക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ കളിയൊക്കെ എവിടം വരെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല. കള്ളത്തരമല്ലേ, കള്ളത്തരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അത് ഉറപ്പുള്ള കേസ് തന്നെയല്ലേ. ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് ഇങ്ങനെ മീനൊക്കെ കഴുകി വാരി പെറുക്കി വെക്കുകയാണ് കേട്ടോ. മീനൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നു. അങ്ങനെ നമ്മുടെ രേവതി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ട് നേരെ ഈ കയ്യിലിരുന്ന ആ ബാഗ് എടുത്തോണ്ട് നേരെ അകത്തേക്ക് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി വന്നിട്ട്, അതെ രേവതി, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ? എനിക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. സച്ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എനിക്കൊരു സംശയം. എന്ത് സംശയം നിനക്കുള്ളത്? അതെ, നിനക്കറിയാമോ രേവതി, ഈ വെള്ളവടി തന്നെ പല രീതിയിലുണ്ട്. സച്ചേട്ടൻ ഇനിയും അത് വിട്ടില്ലേ? വെള്ളവടി ഈ ഒരു ചിന്തയുള്ളോ? അത് പിന്നെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ചിലര് ബാറ് ചെന്ന് കുടിക്കും, ചിലര് കൂട്ടുകാർക്കൊപ്പം പുറത്തിരുന്ന് കുടിക്കും, ചിലര് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കുടിക്കും. നിനക്കിതിലേതാ ഇഷ്ടം? സച്ചേട്ടാ, അതെ, ഭാര്യയുടെ ഇഷ്ടം നോക്കാതെ ഞാനൊന്നും ചെയ്യത്തില്ല. നിനക്ക് ഏതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തോളാം. അതെ, അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, അത് മറക്കണ്ട കേട്ടോ. ആ, നേരട്ടെ പോട്ടെ എന്ന് കരുതി ഞാൻ പറയാതിരുന്ന, ഇനി ഞാൻ അങ്ങനെ പറയാതിരിക്കില്ല. അത് പിന്നെ രേവതി, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം നീ എന്തിനാ അച്ഛനോട് പറയുന്നത്? അത് പിന്നെ നിനക്ക് എൻ്റെ സുഹൃത്ത് വിനോദിനെ അറിയില്ലേ? അവനെ മദ്യപിക്കുന്ന അവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അവൻ മദ്യപിച്ചിട്ടുണ്ടെ അവനെ വഴക്ക് പറയും, അപ്പം തന്നെ വഴക്ക് പറയും. പക്ഷേ അവള് നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, നീ ഇപ്പം മീൻകറി ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമല്ലേ, അതുപോലെയുള്ള ദിവസങ്ങളിൽ അതുപോലെയുള്ള ദിവസങ്ങളിൽ 2 അടിച്ചിട്ട് പോയാൽ അവൻ്റെ ഭാര്യ വഴക്ക് പറയില്ലല്ലേ? ആ, അതെ അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. വേണ്ടാട്ടോ സച്ചേട്ടാ, ഇത് വേണ്ട, ഇത് ഇവിടെ നടക്കത്തില്ല. സച്ചേട്ടന്റെ ഒരിടപാടും ഇവിടെ നടക്കില്ല. അത് പിന്നെ രേവതി, അത് നല്ലൊരു ഭാര്യയല്ലേ? അപ്പം നീ ഒരു നല്ല ഭാര്യയാവ്. ഞാൻ നല്ല ഭാര്യയല്ല, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് 2 അടിച്ചില്ലെങ്കിൽ ഞാൻ വഴക്ക് പറയാൻ പോകുന്നില്ല. അത് പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സച്ചേട്ടാ? പറയാനുണ്ട്. ഈ ഭർത്താവ് മദ്യപിച്ചിട്ട് വന്നാലും മിക്ക ഭാര്യമാർക്കും ഇഷ്ടമാവില്ല, വഴക്ക് പറയും. പക്ഷേ അവരോട് അനുവാദം ചോദിച്ചിട്ട് 2 അടിച്ചിട്ട് വന്നാൽ അവര് വഴക്ക് പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെയും ചില ഭാര്യമാരുണ്ട്. എങ്കിൽ പിന്നെ എൻ്റെ രേവതിക്ക് അങ്ങനെ ഒന്നും ആയിക്കൂടെ? അതും കൊണ്ടാ ഞാൻ അനുവാദം ചോദിക്കുന്നത്. രേവതി ചക്കരെ, ഞാൻ ചെന്നൊരു 2 പെഗ് അടിച്ചിട്ട് വരട്ടെ. സച്ചേട്ടൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയല്ലേ? ഇത് അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഓടുക കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, എൻ്റെ ഈശ്വര, ഞാൻ ഈ കാണിച്ചത് ഇവരെങ്ങാണോ അറിഞ്ഞിട്ടുണ്ടേ അതോടെ തീർന്നു, എനിക്കിവിടെ ജീവിക്കാൻ കഴിയത്തില്ല, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ കവറും എടുത്തുകൊണ്ട് പോയി കേട്ടോ, ആരെ? ചന്ദ്ര. അപ്പം നമ്മുടെ രേവതി ബ്ലൗസ് തപ്പാൻ വന്നപ്പോഴത്തേക്കും കവറും ഇല്ല, ബ്ലൗസും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ, അത് കണ്ടില്ലല്ലോ, അത് എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് രേവതി അതിങ്ങനെ തപ്പാൻ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി തപ്പി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മുടെ സുധീനെ വിളിക്കാൻ തുടങ്ങുകയാണ്. വിവരം പറയണമല്ലോ, മോനെ, സ്വർണ്ണം ഇവിടെയാ നിന്റെ കയ്യിൽ, ബ്ലൗസാന്ന് പറയണമല്ലോ. ഈ സമയത്ത് സുധീനെ വിളിച്ചിട്ടോട്ട് ഫോണിലോട്ട് കിട്ടുന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട്, അമ്മേ, ഞാൻ അവിടെ ഒരു കവർ വെച്ചിരുന്നു, അതിപ്പോൾ അവിടെ കാണുന്നില്ലല്ലോ, അമ്മ എങ്ങാനും കണ്ടായിരുന്നോ? അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചാൽ, എന്താ മോളെ കവറില്? എന്താ? അതെ, എൻ്റെ ഒരു ബ്ലൗസാ അച്ഛാ, ഇപ്പം ഞാനത് തയ്ച്ച് മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ, ഇപ്പം അത് കാണുന്നില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ ഒരു കവർ ഇരിക്കുന്നത് സച്ചി കാണുന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, ആ കവറല്ലേ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത്? അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി, അതെല്ലോ, ഈ കവർ തന്നെയാ, ഈ കവർ തന്നെയാ എൻ്റെ കവറ്, അതേലോ, ഇതിലാ എൻ്റെ ബ്ലൗസ് ഉള്ളതെന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ ഇതാ കവറല്ല, വേറെ കവറാ. അപ്പോഴേക്കും പെട്ടെന്ന് അത് പിന്നെ കവറ് മാറിപ്പോയതാ, എൻ്റെ ബ്ലൗസ് പീസ് ആണെന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലിരുന്ന കവറാ ഞാൻ കൊടുത്തു വിട്ടത്, ഇത് എൻ്റെ ബ്ലൗസ് പീസാ എന്നിങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
സുധിക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങളൊക്കെ, അവന്റെ കയ്യിലല്ലേ നീ കൊടുത്തു വിട്ടത്, അപ്പൊ അവൻ തിരിച്ചു കൊണ്ടുവന്നോളൂന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഞാൻ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്, അത് വേണേ ഞാൻ കൊടുക്കാം. അതൊന്നും വേണ്ട, ഇത് ഞാൻ സുധിയുടെ കയ്യിൽ തന്നെ കൊടുക്കത്തുള്ളൂ. ഓ, വലിയ ബിസിനസ്മാനായി അവന്റെ സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? വേണ്ട വേണ്ട, അവന്റെ സമയമൊന്നും അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതെന്താ അമ്മയ്ക്ക് ഇത്രയ്ക്ക് വാശി? അതെ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. വാശി എങ്കിൽ വാശി, ഇങ്ങോട്ട് തന്നെ, ഞാൻ തട്ടിപ്പറിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഞ്ചി തട്ടിപ്പറിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ വീട് പോട്ടെ സച്ചേട്ടൻ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി വരികയാണ് കേട്ടോ. അങ്ങനെ സുധി വന്നതും എന്തോ ജസ്റ്റ് രക്ഷപ്പെടുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇന്ന് പിടിക്കപ്പെട്ടേനെ, അത് ഉറപ്പായ കാര്യമാണ്. കാരണം അതിനകത്തിരിക്കുന്നത് സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കിയേനെ. പക്ഷെ സുധി വന്നതും എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക, സച്ചിയോട് ചോദിക്കും. അപ്പം പെട്ടെന്ന് ആ ഒരു പിടിവലി നിൽക്കൂലോ. എടാ, ഇതെവിടെ പോയതാടാ, നീ എൻ്റെ ഭാര്യയുടെ ബ്ലൗസും കൊണ്ടാടാ പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര നേരെ സുധീയുടെ അടുത്ത് എന്നിട്ട്, അത് പിന്നെ മോനെ ആദ്യം തന്നെ, എന്നിട്ട് നീ ഇത് പിടിച്ചേ എന്നും പറഞ്ഞ് അത് പിടിച്ചേൽപ്പിക്കുകയാണ്. കാരണം അവിടെ ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാവും അറിയാം. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഞാൻ കുറച്ചധികം പ്രശ്നത്തിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത്. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പ്രേക്ഷകരോട്, ഞാൻ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം. അതെനിക്കിപ്പം നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ്ലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ ഈ അവസ്ഥയൊന്ന് മാറി കിട്ടാനായിട്ട്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.